എല്ലാവർക്കും നമസ്കാരം. 6th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ്റെ അതായത് ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. ഫസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ. അവിടെ 3 പിക്ചർ തന്നിട്ടുണ്ട്. ഒരു പിക്ചറിന് താഴെ യൂസ്ഡ് റഫ് സ്റ്റോൺസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം റിലേറ്റഡ് ടു സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 പിക്ചറാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ആ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, യൂസ്ഡ് റഫ് സ്റ്റോൺസ്. അത് പാലിയോലിതിക് ഏജിലാണ്. അപ്പോൾ 3 ഏജ് അവിടെ തന്നിട്ടുണ്ട്. പാലിയോലിതിക് ഏജ്, മിസോലിതിക് ഏജ്, നിയോലിതിക് ഏജ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ഉള്ളത്. അപ്പോൾ പേജ് നമ്പർ 11 3 ഭാഗത്തിൻ്റെ അതായത് പാലിയോലിതിക് ഏജ്, മിസോലിതിക് ഏജ്, നിയോലിതിക് ഏജിൻ്റെയും 3 പോയിന്റുകൾ വീതം തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിൽ നിന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പിക്ചറിനെ ബേസ് ചെയ്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പാലിയോലിതിക് ഏജിൻ്റെ യൂസ്ഡ് റഫ് സ്റ്റോൺസ്. അടുത്ത രണ്ടാമത്തെ താഴെ തന്നിരിക്കുന്ന പിക്ചർ നോക്കുക, അത് മിസോലിതിക് ഏജിൻ്റെയാണ്. അതിൻ്റെ 3ാമത്തെ പോയിൻ്റാണ്, അതായത് ആനിമൽ സ്കിന്ന്, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അതായത് ഇവിടെ വസ്ത്രധാരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പോയിൻ്റാണ് എഴുതേണ്ടത്. അതാണ് പറഞ്ഞത്, ആനിമൽ സ്കിന്ന്, ബാർക്ക് ഓഫ് ട്രീസ് ആൻഡ് ലീവ്സ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ്. അടുത്തത് നിയോലിതിക് ഏജ് ആണ്. നിയോലിതിക് ഏജുമായിട്ട് ബന്ധപ്പെട്ടാണ് 3ാമത്തെ ചിത്രം തന്നിരിക്കുന്നത്. അവിടെ കൃഷി ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ സ്റ്റാർട്ടഡ് എന്നുള്ള പോയിൻ്റ് ഉണ്ട്. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ് ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് കൃഷിയുടെ ആരംഭം മനുഷ്യൻ്റെ ജീവിത രീതിയെ അല്ലെങ്കിൽ ഹ്യൂമൻ ലൈഫിനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിനെ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പേജ് നമ്പർ 12 തന്നിട്ടുണ്ട്. സെറ്റിൽഡ് ലൈഫ് ആൻഡ് ചേഞ്ചസ് എന്ന് പറഞ്ഞേക്കുക. അതായത് മനുഷ്യൻ കൃഷി ആരംഭിച്ചതോടുകൂടി അവരുടെ സെറ്റിൽഡ് ലൈഫ് ആരംഭിച്ചു. അപ്പോഴുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പ്രധാനമായിട്ടും 3 പോയിന്റുകളാണുള്ളത്. ഡീവെല്ലിംഗ് ബിഗാൻ ടു ബി ബിൽഡ്, അതായത് താമസ സ്ഥലങ്ങൾ അവർ നിർമ്മിച്ചു. അടുത്തായിട്ട് പീപ്പിൾ ബിഗാൻ ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദ ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. അതായത് ആളുകൾ പരസ്പരം സംസാരിക്കാനും അവരുടെ ആശയവിനിമയം നടത്താൻ തുടങ്ങിയതുകൂടി അവരുടെ സോഷ്യൽ ലൈഫ് ആരംഭിച്ചു. അടുത്തായിട്ട് സെറ്റിൽമെൻറ്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് അർബൻ സെൻറ്റേഴ്സ്. അതായത് സെറ്റിൽമെൻറ്റുകൾ വില്ലേജുകളും അർബൻ സെൻറ്ററുകളും ഒക്കെ ആയിട്ട്, അതായത് നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളും ഒക്കെ ആയിട്ട് മാറുകയുണ്ടായി. അപ്പോൾ ഈ 3 പോയിന്റുകളാണ് അവിടെ എഴുതേണ്ടത്. അടുത്തതായിട്ട് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ സ്പീഷ്യസ് ഇൻ ഹോമോ ഗ്രൂപ്പ്സ് ആർ ലിസ്റ്റഡ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഹ്യൂമൻ സ്പീഷ്യസ് ഫ്രം ദ ഗിവൺ ഹിൻസ്. അതായത് അവിടെ തന്നിരിക്കുന്ന ഹിൻറ്റുകൾ വെച്ചിട്ട് അത് ഏത് സ്പീഷീസിൽ വരുന്നതാണ് എന്ന്, ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ന് പറയാം. ഒന്നാമത്തേത് ദ വൈസ് ഓർ തിങ്കിങ് മാൻ. വൈസ് ഓർ തിങ്കിങ് മാൻ എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. അടുത്ത ടൂൾ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഹോമോ ഹാബിൽസ് ആണ്. അടുത്തത് അപ്രൈറ്റ് ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഹോമോ ഇറക്റ്റസ് ആണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നോക്കാം. ഹ്യൂമൻ എവല്യൂഷൻ ബിഗൺ ഫ്രം ദ പ്രൈമേറ്റ്സ് എ കാറ്റഗറി ഓഫ് മാമൽസ്. അതായത് ഹ്യൂമൻ എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് പ്രൈമേറ്റ്സിൽ നിന്നാണ്, ഒരു കാറ്റഗറി ഓഫ് മാമൽസ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. രണ്ടാമത്തേത് ഹൊമിനോയിഡ്സ് എവോൾവ്ഡ് ഫ്രം ഹൊമിനിഡ്സ്. അതായത് ഹൊമിനോയിഡ്സ് ഉണ്ടായിരിക്കുന്നത് ഹൊമിനിഡ്സിൽ നിന്നാണ് എന്നാണ്. അങ്ങനെയല്ല, ഹൊമിനിഡ്സ് ഫ്രം ഹൊമിനോയിഡ്സ് ആണ്, തിരിച്ചാണ് വരുന്നത്. അപ്പോൾ അത് തെറ്റാണ്. അടുത്തത് ഓസ്ട്രോലോപിറ്റെക്കസ് ഈസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമോയുടെ സബ് ഗ്രൂപ്പാണ് ഓസ്ട്രോലോപിറ്റെക്കസ് എന്ന് പറയുന്നത്. അല്ല, ഹൊമിനോയിഡ്സിൻ്റെ സബ് ഗ്രൂപ്പാണ് ഓസ്ട്രോലോപിറ്റെക്കസ് എന്ന് പറയുന്നത്. അടുത്തത് ഹോമോ ഹാബിൽസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് മോഡേൺ മാൻ. അതായത് ഹോമോ ഹാബിൽസ് എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ മനുഷ്യനാണ്, ആധുനിക മനുഷ്യനാണ്. അല്ല, ഹോമോ സാപ്പിയൻസ് ആണ് മോഡേൺ മനുഷ്യൻ. അപ്പോൾ അതിൻ്റെ ഓപ്ഷനിലെ ആണ് ശരിയായിട്ടുള്ളത്. അടുത്ത സി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ബുക്ക് ഡിഡ് ചാൾസ് ഡാർവിൻ പ്രസൻറ്റ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ്റെ തിയറി പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണ്? 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ദ പവർ ഓഫ് മൂവ്മെൻറ്റ് ഇൻ പ്ലാന്റ്സ്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, അടുത്തത് ദ ലൈഫ് ഓൺ ദ എർത്ത്. അതിൻ്റെ അകത്ത് ആൻസർ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ബി ആണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇത് മുകളിലെ ക്വസ്റ്റിന് 3 മാർക്ക്, ബി ക്വസ്റ്റിന് 1 മാർക്ക്, സി ക്വസ്റ്റിന് 1 മാർക്ക്, അങ്ങനെ 5 പോയിൻ്റാണ് ഇതിനുള്ളത്. അടുത്തത് 3ാമത്തെ ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബിളി. അതായത് താഴെ തന്നിരിക്കുന്നതിനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 സൈഡിലായിട്ടുള്ളത് മാച്ച് ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ നോക്കാം.
the land area, the water bodies, the airspace and the coastal areas of a community that came under the jurisdiction of a state formation. അതായത് ഒരു രാജ്യത്തിൻ്റെ രൂപീകരണത്തിന് അവരുടെ ലാൻഡ് ഏരിയ ഉണ്ട്, വാട്ടർ ബോഡീസ് ഉണ്ട്, അതുപോലെ എയർ സ്പേസ് ഉണ്ട്, കോസ്റ്റൽ ഏരിയകൾ, ഇതിനൊക്കെ ബൗണ്ടറീസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെയൊക്കെ അധികാര പരിധിക്കകത്ത് ഒരു രാജ്യത്തിൻ്റെ അധികാര പരിധിയിൽ ഈ കാര്യങ്ങളെല്ലാം വരും എന്ന് പറയും. അതിൻ്റെ ആൻസർ വലത്ത് തന്നിരിക്കുന്നതിൽ അവസാനത്തെയാണ് ടെറിട്ടറി എന്നുള്ളതാണ്. അടുത്തത് ദ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് ബീയിങ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ ഓർ പ്രഷർ. അതായത് മറ്റ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഇടപെടലോ അവരുടെ പ്രഷറോ ഇല്ലാതെ നമ്മുടെ സുപ്രീം പവർ രാജ്യത്തിന് വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്ന് പറയുന്നത് സോവർജിനിറ്റിയാണ്. അടുത്തത് ആൻ ഏജൻസി ടു ഫോം ആൻഡ് എക്സ്പ്രസ് പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ പോളിസികളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഫോം, അത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. അടുത്ത നാലാമത്തെ ചോദ്യം, പീപ്പിൾ സ്റ്റേ ടുഗദർ വിത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. അതായത് ആളുകൾ പരസ്പരം ബഹുമാനത്തോടു കൂടിയും പരസ്പരം ആശ്രയിച്ചും ഒക്കെ ഒരുമിച്ച് താമസിക്കുന്നു, ഒരേ ബോധത്തോടു കൂടിയൊക്കെ താമസിക്കുന്നു എന്ന് പറയുന്നത് പോപ്പുലേഷനാണ്. അപ്പോൾ അത് 4 കറക്റ്റ് ചെയ്യുക. അടുത്ത ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡസ് നോട്ട് ബിലോങ് ടു ദ പെക്യുലാരിറ്റീസ് ഓഫ് എ ഗവൺമെൻറ്. താഴെ തന്നിരിക്കുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത അല്ലാത്തത് ഏതാണ്? ഒന്നാമത്തെ നോക്കാം. കമ്പോണൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് എന്ന് പറയുന്നത് ശരിയാണ്. അത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻ്റ് ആണ് എന്താണ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അല്ലാത്ത ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഒഫീഷ്യൽസും ഒക്കെ ഇതിനകത്ത് ഗവൺമെൻറ്റിനകത്ത് ഉണ്ട്. അതിനകത്ത് അതിൻ്റെ ഭരണ സംവിധാനങ്ങളും അതിൻ്റെ നിർവഹണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ബിയും ശരിയാണ്. മൂന്നാമത്തെ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അല്ല, ഗവൺമെൻറ് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല, അതൊരു ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അടുത്തത് ഡി എന്ന് പറയുന്നത് സോവറിനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസീസ്. അതായത് സോവറിനിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് വഴിയാണ്. ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ, അതായത് തെറ്റായിട്ടുള്ളതെന്ന് പറയുന്നത് സി ആണ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഹെഡ്ലൈൻസ്. അതായത് ഈ താഴെ തന്നിരിക്കുന്ന 3 പോയിന്റുകൾ ഏതിൽ ലെജിസ്ലേറ്ററിലാണോ, എക്സിക്യൂട്ടീവ് ആണോ, ജുഡീഷ്യറി ആണോ എന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ, ദ കേരള റവന്യൂ റിക്കവറി ബിൽ ഹാസ് ബീൻ പാസ്ഡ് ബൈ ദ അസംബ്ലി. അസംബ്ലിയിലെ കേരള റവന്യൂ റിക്കവറി ബില്ല് പാസ് ചെയ്തു, അതായത് പാസ്സാക്കി എന്ന് പറഞ്ഞിരിക്കും. അത് ലെജിസ്ലേറ്ററാണ്. അടുത്തത്, ഒഫീഷ്യൽസ് ഹാവ് ബീൻ അസൈൻ ടു എക്സിക്യൂട്ട് ദ ബാൻ ഓവർ ദ വൺ ടൈം യൂസ്ഡ് പ്ലാസ്റ്റിക് പ്രോഡക്ട്സ്. അതായത് ഒരു വട്ടം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ ബാൻ ചെയ്യാനുള്ളത് ആ നിയമം നടപ്പിലാക്കാനായിട്ട് ഒഫീഷ്യൽസ് തീരുമാനിച്ചു. അതിൻ്റെ ആൻസർ, അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവാണ്. അടുത്ത മൂന്നാമത്തെ, ദ പാർലമെൻറ്റ് ഡസ് നോട്ട് ഹാവ് ദ പവർ ടു ആനുവൽ ദ കോർട്ട് വെർഡിക്ട്സ് സുപ്രീം കോർട്ട്. അതായത് ഇത് കോർട്ടിനെ സംബന്ധിക്കുന്നതാണ്. അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യറിയാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് എഴുതാൻ. അടുത്തത്, റൈറ്റ് എ നോട്ട് ഓൺ എനി വൺ ഓർഗൻ ഓഫ് എ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഓർഗനെ പറ്റി ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് പേജ് നമ്പർ 46 അവിടെ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് എന്ന് തന്നിട്ടുണ്ട്. അത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ഉണ്ട്. അതിനെ 3 പറ്റി ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റി നമ്മൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇഷ്ടമുള്ള ഒരെണ്ണം എഴുതാം. അടുത്തത് ക്വസ്റ്റ്യന് 5 ആണ്. 5ന് 2 ഓപ്ഷൻസ് ഉണ്ട്, എയും ബിയും ഉണ്ട്. 5A നോക്കാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. അതായത് ഈ പിക്ചർ നോക്കിയിട്ട് ആ കൺസെപ്റ്റ് മാപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. ഒന്നാമത്തേത്, അത് പേജ് നമ്പർ 51 കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് 1 എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. രണ്ടാമത്തേത് ആർട്ടിക് സർക്കിൾ ആണ്. ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി നോർത്താണ് ആർട്ടിക് സർക്കിൾ. അടുത്തത് അവിടെ തന്നിട്ടുണ്ട് നോർത്ത് പോള് 90 ഡിഗ്രി നോർത്ത് എന്ന് പറയും. അടുത്തത് അന്റാർട്ടിക് സർക്കിളാണ്. അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത് 66.5 ഡിഗ്രി സൗത്ത് ആണ് അന്റാർട്ടിക് സർക്കിൾ. അടുത്തത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് 23.5 ഡിഗ്രി സൗത്ത് ആണ്. അടുത്തത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അവിടെ തന്നിട്ടുണ്ട് 23.5 ഡിഗ്രി നോർത്ത് ആണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 4 കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. അടുത്ത ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് ദ കോണ്ടിനെൻറ്റ് ദാറ്റ് ബിലോങ്സ് ഓൺലി ദ സദേൺ ഹെമിസ്ഫിയർ ഫ്രം ദ ഓപ്ഷൻസ്. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന
കോണ്ടിനെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ നമുക്ക് 2 ഹെമിസ്ഫിയറാണ് പ്രധാനമായിട്ടുള്ളത്. അത് നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ഉണ്ട്. അതിനെ ഇക്വേറ്റർ വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ്, അല്ലാതെ കട്ട് ചെയ്യുമ്പോൾ വേറെ ഉണ്ട്, എങ്കിലും ഇക്വേറ്റർ വെച്ച് നമ്മളിതിനെ കട്ട് ചെയ്യുമ്പോൾ 2 ഹെമിസ്ഫിയർ വരുന്നുണ്ട്. അപ്പോൾ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന കോണ്ടിനെൻറ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയാണ്. ആഫ്രിക്ക 2 വരും. യൂറോപ്പും ഏഷ്യയും നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓസ്ട്രേലിയയാണ്. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. അതും ക്ലാസിഫൈ ചെയ്താണ് തന്നിരിക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ നോക്കാം ആദ്യമേ. ആൻ ഇമാജിനറി ലൈൻ ഡ്രോൺ കണക്റ്റിംഗ് ദ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സർഫസ്. അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്ന് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ, അതിൻ്റെ പേരെന്ന് പറയുന്നത് വല സൈഡ് നോക്കാം. എന്താണ്? ലോഞ്ചിറ്റ്യൂഡാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത്തേത് ദ ലാറ്റിറ്റ്യൂഡ് അറ്റ് 90 ഡിഗ്രി സൗത്ത് ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്നും 90 ഡിഗ്രി സൗത്തിലേക്ക് വരുന്ന ലാറ്റിറ്റ്യൂഡ് ലൈനെ പറയുന്ന പേരാണ് സൗത്ത് പോള്. അടുത്ത മൂന്നാമത്തെ ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രിയിൽ പോകുന്ന ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഡെഡ് ലൈൻ എന്നാണ്. അത് നാലാമത്തേത് ദ നെയിം ഗിവൺ ടു ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡൂടെ കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അതായത് ആ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ്, അതായത് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ബോക്സ്, അതിനെ പറയുന്നതാണ് ഗ്രാറ്റിക്കുൾ. അടുത്തത് അതിൻ്റെ ബി ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തരികയിലെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സർക്കിൾ ഓഫ് ലാറ്റിറ്റ്യൂഡ് ബിക്കം ബിഗ്ഗർ ഇൻ സൈസ് ആസ് ദേ മൂവ് ഫ്രം ദ ഇക്വേറ്റർ ടുവേഴ്സ് ദ പോൾസ്. അതായത് ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് പോകുമ്പോൾ എന്താണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വലുതാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല, അത് ചെറുതാകുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ബി നോക്കാം. ലാറ്റിറ്റ്യൂഡ് ഇൻ ദ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്. അതായത് സൗത്തിൽ കാണുന്ന, അതായത് തെക്ക് കാണുന്ന ഇക്വേറ്ററിന് തെക്കുള്ള ലാറ്റിറ്റ്യൂഡിനെ പറയുന്നത് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ് എന്നാണ്. അതങ്ങനെയല്ല, അത് തെറ്റാണ്. അടുത്തത് സി എന്ന് പറയുന്നത് ഓൾ ദ ലൈൻസ് ഓഫ് എ ലോഞ്ചിറ്റ്യൂഡ് ആർ നോട്ട് ദ സെയിം സൈസ്. അതായത് എല്ലാ ലോഞ്ചിറ്റ്യൂഡുകളും ഒരേ സൈസ് അല്ല. പക്ഷേ അങ്ങനെയല്ല, ലോഞ്ചിറ്റ്യൂഡ് ലൈൻസ് എല്ലാം ഒരേ വലുപ്പമാണുള്ളത്. ലാറ്റിറ്റ്യൂഡ്സിനാണ് പല വലുപ്പമുള്ളത്. അതായത് പോൾസിലേക്ക് പോകുമ്പോൾ ചെറുതായി വരുന്നത്. ലോഞ്ചിറ്റ്യൂഡുകളെല്ലാം ഒരേ വലുപ്പമാണ്. അപ്പോൾ അതും തെറ്റാണ്. അടുത്ത ഡി എന്ന് പറയുന്നത് ഇഫ് ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് ആർ ഡ്രോൺ അറ്റ് 1 ഡിഗ്രി ഇൻ്റർവെൽ കണക്റ്റിംഗ് ബോത്ത് പോൾസ് വി ക്യാൻ ഡ്രോ 360 ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ്. അത് ശരിയാണ്. അതായത് ലോഞ്ചിറ്റ്യൂഡൽ ലൈനുകൾ 1 ഡിഗ്രി ഇൻ്റർവെല്ലിലാണ് വരയ്ക്കുന്നത്. അങ്ങനെ 360 ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് ഉണ്ട്. അത് ശരിയാണ്. അപ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അടുത്ത ആറാമത്തെ നോക്കാം. 6A എന്ന് പറയുന്നത് ദ ഇനിഷ്യൽ ഫോം ഓഫ് ഡെമോക്രസി വാസ് ഒറിജിനേറ്റഡ് ദ ഗ്രീസ് സിറ്റി സ്റ്റേറ്റ് ഓഫ് ഏതൻസ്. അതായത് ഇനിഷ്യൽ ഫോം ഓഫ് ഡെമോക്രസിയുടെ ആദ്യ രൂപം ഉണ്ടായിരിക്കുന്നത് ഗ്രീക്ക് സിറ്റിയിലാണ് എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വെയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ പീരീഡിലെ ഡെമോക്രസിയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചിരിക്കുന്നത്. അത് പേജ് നമ്പർ 25 അല്ലെങ്കിൽ 25-26 അതിൻ്റെ ആൻസർ ഉണ്ട്. അത് നോക്കാം നമുക്ക്. ഓൾ മെൻ ഹാവിങ് സിറ്റിസൺഷിപ്പ് ഇൻ ഏതൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഇലക്ടിങ് റൂളേഴ്സ് ആൻഡ് മേക്കിംഗ് ലോസ്. അതായത് എല്ലാ ആണുങ്ങൾക്കും, അതായത് സിറ്റിസൺഷിപ്പുള്ള എല്ലാ ആണുങ്ങൾക്കും ഏതൻസിൽ എന്താണ് ഇലക്ഷൻ പ്രോസസ്സിലും ലോ മേക്കിങ്ങിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. വിമൻ സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡു നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. അതായത് സ്ത്രീകൾക്കും അടിമകൾക്കും ഫോറിനേഴ്സിനും ഒന്നും എന്താണ് സിറ്റിസൺഷിപ്പ് ഇല്ല. അതാണ് അവിടുത്തെ അന്നത്തെ പ്രത്യേകത. അടുത്ത നോക്കാം. ഹൗ വാസ് ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് നോൺ. അതായത് ഏതൻസിൻ്റെ പൊളിറ്റിക്കൽ ബോഡി അറിയപ്പെടുന്നത്, അതായത് വില്ലേജ് പരിഷത്ത് അല്ല, അസംബ്ലി എന്നുള്ളത് ശരിയാണ്. കൗൺസിൽ അല്ല, പാർലമെൻ്റ് അല്ല. ആൻസർ ബി, അസംബ്ലി. അടുത്ത സി ക്വസ്റ്റ്യൻ. There were practical difficulties in bringing Greece under a uniform administrative system. What were the reason? അതായത് ഗ്രീസിൽ ഒരു യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇല്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ആൻസറും പേജ് നമ്പർ 25 സീസ് ഓർ ഹൈ മൗണ്ടൻ സെപ്പറേറ്റഡ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏൻഷ്യൻ ഗ്രീസ് ഫ്രം ഈച്ച് അതർ. അതായത് കടലുകളും വലിയ മലകളും ഒക്കെ ഈ സിറ്റി സ്റ്റേറ്റുകളെ, ഈ ഗ്രീസിലെ സിറ്റി സ്റ്റേറ്റുകളെ പരസ്പരം വേർതിരിച്ചിട്ടുണ്ട്. സോ ഈച്ച് സിറ്റി സ്റ്റേറ്റ് വാസ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് ഓരോ സിറ്റി സ്റ്റേറ്റുകളും ഐസൊലേറ്റഡ് ആണ്, ഒറ്റക്കെട്ട് നിൽക്കുന്നതാണ്. ബിക്കോസ് ഓഫ് ദിസ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെൻറ്റ് ഇൻ ഏൻഷ്യൻ ഗ്രീസ്. അതായത് ഈ കാരണം കൊണ്ട് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരേപോലെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഗ്രീസിൽ ഇല്ലായിരുന്നു. ഏതൻസ് ആൻഡ് സ്പാർട്ട വേർ ദ മേജർ സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഗ്രീസ്. അതായത് ഗ്രീസിലെ പ്രധാനപ്പെട്ട സിറ്റി സ്റ്റേറ്റുകൾ ഏതൻസും സ്പാർട്ടയുമാണ്. ഇത്രയാണ് അതിൻ്റെ ആൻസർ. അടുത്ത തന്നെ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. 6B എന്നാണ് ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്.
It was during the reign of Augustus that the Roman Republic transitioned completely into Roman Empire. അതായത് അഗസ്റ്റസിൻ്റെ കാലത്ത് റോമൻ റിപ്പബ്ലിക് എന്ന് പറയുന്നത് റോമൻ എംപയർ ആയിട്ട് മാറി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ, വാട്ട് വെയർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ? റോമൻ എംപയറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് പേജ് നമ്പർ 30 അത് പറയുന്നത്. അവിടെ 5 ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ 5 ഫീച്ചേഴ്സ് എഴുതണം. ദ റോമൻ എംപയർ വാസ് ദ വാസ്റ്റ് എംപയർ ദാറ്റ് സ്പ്രെഡ് അക്രോസ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക ആൻഡ് വെസ്റ്റേൺ ഏഷ്യ. അതായത് റോമൻ എംപയർ എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിരുന്നു. എങ്ങനെയാണ്? യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും വെസ്റ്റേൺ ഏഷ്യയിലും ഒക്കെ ആയിട്ട് പരന്നു കിടന്നതാണ്. ദ റോമൻ എംപറേഴ്സ് വെയർ നോൺ ആസ് പ്രിൻസെപ്പ് ദ ഫസ്റ്റ് സിറ്റിസൺ. അതായത് റോമൻ ചക്രവർത്തികളെ അറിയപ്പെടുന്നത് പ്രിൻസെപ്പ് എന്നാണ്. ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ലെഡ് ബൈ ദ പ്രിൻസെപ്പ് വാസ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. അതായത് അവർ ഈ പ്രിൻസെപ്പ് നയിക്കുന്ന ഗവൺമെൻറ്റിനെ അറിയപ്പെടുന്നത് പ്രിൻസിപ്പേറ്റ് എന്നാണ്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ്ഡ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അതായത് അഗസ്റ്റസ് ആണ് ഇത് പ്രിൻസിപ്പേറ്റ് എന്ന് പറയുന്ന സിസ്റ്റം കൊണ്ടുവന്നത്. ദർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സെർവ് ഫോർ റെഗുലർ വേജസ്. അതായത് അവർക്ക് എന്താണ്, ഒരു സാധാരണ റെഗുലർ വേജസിൽ ഒരു സ്ട്രോങ് ആർമി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എഴുതുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻറ്റേർണൽ ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5-നും 6-നും 2 ഇൻറ്റേർണൽ ഓപ്ഷൻസ് ഉണ്ട്. എയും ബിയും തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഓരോന്ന് വീതം എഴുതിയാൽ മതി. അങ്ങനെ 6 ആക്ടിവിറ്റികളാണ്. എല്ലാത്തിനും 5 പോയിൻറ്റുകൾ വീതമാണ്. അങ്ങനെ 30 മാർക്കിലാണ് അല്ലെങ്കിൽ 30 പോയിൻറ്റിലാണ് നമുക്ക് ഈ പരീക്ഷ നടക്കുന്നത്. ഇത് പഠിച്ചിട്ട് പോവുക. എല്ലാവർക്കും മികച്ച വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.